ലബനനിൽ ഇസ്രയേലിന്റെ ആക്രമണം അതിരൂക്ഷമാകുമ്പോൾ അപ്രതീക്ഷിതമായി തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഒരു റഷ്യൻ വിമാനം വന്നിറങ്ങുന്നു. ലക്ഷ്യം 117 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുക. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം മുറുകുമ്പോൾ ഇറാന്റെ ഈ അടിയന്തര നീക്കം നൽകുന്ന സൂചന എന്താണ്? നയതന്ത്രജ്ഞരും എംബസി ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 117 ഇറാനികളെയാണ് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നിന്ന് റഷ്യൻ വിമാനത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചത്. ശനിയാഴ്ച രാത്രിയോടെയാണ് ഇറാനിയൻ പ്രതിനിധി സംഘവുമായി ഈ റഷ്യൻ വിമാനം ബെയ്റൂത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ അടിയന്തര നീക്കം. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇറാനിയൻ നയതന്ത്രജ്ഞന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും 3 മക്കളുടെയും മൃതദേഹങ്ങളും ഇതേ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നത് സാഹചര്യത്തിന്റെ തീവ്രതയും ദുരന്തത്തിന്റെ വ്യാപ്തിയും വ്യക്തമാക്കുന്നു. ബെയ്റൂത്തിൽ ഹിസ്ബുള്ളയും ഇറാന്റെ പിന്തുണയുള്ള ഖുദ്സ് ഫോഴ്സിനെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഖുദ്സ് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരപരാധികളായ സാധാരണക്കാർക്ക് ജീവഹാനി സംഭവിക്കുകയും രാജ്യത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ ലബനൻ കടുത്ത സമ്മർദ്ദത്തിലാവുകയായിരുന്നു. ഇതോടെയാണ് ഹിസ്ബുള്ളയ്ക്കും IRGCക്കുമെതിരെ അടിയന്തര നടപടിയെടുക്കാൻ ലബനൻ ഭരണകൂടം നിർബന്ധിതരായത്. ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ലബനൻ നിരോധനം ഏർപ്പെടുത്തിയതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. കൂടാതെ ഇറാൻ പൗരന്മാർക്ക് ലബനനിൽ വിസ നിർബന്ധമാക്കുകയും ചെയ്തു. ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന കർശന മുന്നറിയിപ്പും ലബനൻ നൽകിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് ഇറാനിയൻ സ്വാധീനത്തിന് ലബനൻ തന്നെ കടിഞ്ഞാണിടുന്ന അസാധാരണ സാഹചര്യമാണിത്. പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യൻ വിമാനം ഉപയോഗിച്ചുള്ള ഇറാന്റെ ഈ അടിയന്തര പിന്മാറ്റം മേഖലയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെയാണ് വരച്ചുകാട്ടുന്നത്. ബെയ്റൂത്തിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രയേൽ വ്യോമാക്രമണം ഇപ്പോഴും അതിശക്തമായി തുടരുകയാണ്. എങ്കിലും വിമാനത്താവളം നിലവിൽ പ്രവർത്തനക്ഷമമാണ്. റഷ്യയുടെ സഹായത്തോടെ തങ്ങളുടെ പ്രധാന ഉദ്യോഗസ്ഥരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിലൂടെ ഇറാൻ വരാനിരിക്കുന്ന വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന് തന്നെ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. ലബനിൽ നിന്നുള്ള ഈ പിന്മാറ്റം ഇറാൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ നീക്കത്തിന് മുന്നോടിയായിട്ടാണ് ചെയ്യുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.